കഥ തുടങ്ങുന്നത് വെസ്റ്ററോസിന്റെ വടക്കേ അറ്റത്തുള്ള ഭീമാകാരമായ മതിൽ തുറന്ന് മഞ്ഞിലൂടെ 3 കുതിരക്കാർ പുറത്തേക്ക് പോകുന്നിടത്താണ്. ഇവർ നൈറ്റ്സ് വാച്ചിലെ റേഞ്ചേഴ്സാണ്. സർ വേമാർ റോയ്സ് ഒരു ഹൈബോൺ പ്രഭുകുടുംബത്തിലെ അംഗം. വളരെ അഹങ്കാരിയും വിലകൂടിയ വസ്ത്രങ്ങളുമാണ് ഇട്ടിരിക്കുന്നത്. ഗെയാഡ് പ്രായമുള്ള എക്സ്പീരിയൻസ്ഡായ പടയാളി. വിൽ ഒരു വഴികാട്ടി. ഇവർ കാടിനുള്ളിലേക്ക് കയറി. ചുറ്റും ഭയാനകമായ നിശബ്ദതയാണ്. അവർ ഒരു വൈൽഡ്ലിംഗ് ക്യാമ്പ് പരിശോധിക്കാൻ പോയതാണ്. അവിടെ വെച്ച് വിൽ കണ്ടത് ഒരു ഭയാനകമായ കാഴ്ചയായിരുന്നു. കുറേയേറെ വൈൽഡ്ലിംഗ്സ് മരിച്ചുകിടക്കുന്നു. അവരുടെ ശരീരം വികൃതമായി വെട്ടിമുറിച്ച നിലയിലാണ്. കൈകാലുകളും തലയുമൊക്കെ പലയിടത്തായി ചിതറിക്കിടക്കുന്നു. എന്നാൽ ഏറ്റവും വിചിത്രമായ കാര്യം, ഒരു മരത്തിൽ ഒരു പെൺകുട്ടിയുടെ മൃതശരീരം തറച്ചുവെച്ചിരിക്കുന്നത് കണ്ട് വിൽ ഭയന്നു വിറയ്ക്കുന്നു. വിൽ പേടിച്ച് തിരിച്ചോടി വന്ന് റോയ്സിനോടും ഗാഡിനോടും കാര്യം പറയുന്നു. ഗാഡ് പറയുന്നു, നമുക്ക് തിരിച്ചു പോകാം. പക്ഷെ അഹങ്കാരിയായ റോയ്സ് അത് സമ്മതിക്കുന്നില്ല. അവൻ ചോദിക്കുന്നു, അവർ എങ്ങനെയാണ് മരിച്ചതെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ലല്ലോ, നമ്മൾ അത് കണ്ടുപിടിക്കണം. അവൻ നിർബന്ധിച്ച് അവരെയും കൂട്ടി വീണ്ടും ആ സ്ഥലത്തേക്ക് പോകുന്നു. അവർ 3 പേരും കൂടി വിൽ ആദ്യം കണ്ട ആ സ്ഥലത്തേക്ക് എത്തുന്നു. പക്ഷേ അവിടെ എത്തിയ വിൽ ഞെട്ടിപ്പോയി. നേരത്തെ കണ്ട ശവശരീരങ്ങളൊന്നും അവിടെയില്ല. സ്ഥലം കാലിയാണ്. റോയ്സ് പരിഹാസത്തോടെ ചോദിക്കുന്നു, നിന്റെ മരിച്ച ആളുകൾ എഴുന്നേറ്റ് സ്ഥലം മാറിയതാണോ? വില്ലിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൻ ആ മരത്തിലേക്ക് നോക്കുന്നു. അവിടെ തറച്ചുവെച്ചിരുന്ന പെൺകുട്ടിയുടെ മൃതശരീരവും കാണാനില്ല. റോയ്സ് പറയുന്നു, ഇവിടെ എന്തോ നടക്കുന്നുണ്ട്, ചുറ്റും പരിശോധിക്കൂ. അവർ 3 പേരും 3 വശത്തേക്ക് പരിശോധിക്കാൻ തുടങ്ങുന്നു. വേമാർ റോയ്സ് ചുറ്റും നോക്കി നിൽക്കുകയാണ്. പെട്ടെന്നൊരു കാറ്റ് വീശുന്നു. അന്തരീക്ഷം വല്ലാതെ തണുക്കുന്നു. കാട്ടിലെ ശബ്ദങ്ങളെല്ലാം നിലയ്ക്കുന്നു. ആ രൂപം പിന്നിൽ നിന്ന് റോയ്സിനെ വെട്ടിവീഴുന്നു. റോയ്സ് മരിച്ചു വീഴുന്നു. ഇതുകണ്ട് ഗാരഡ് ഓടാൻ ശ്രമിച്ചെങ്കിലും ആ രൂപം അവനെയും പിടികൂടി ക്രൂരമായി കൊലപ്പെടുത്തുന്നു. ആ തല വില്ലിന്റെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുക്കുന്നു. തന്റെ കൂടെ വന്ന 2 പേരും മരിച്ചു കിടക്കുന്നു. എങ്ങോട്ട് ഓടണമെന്നറിയാതെ പേടിച്ച് വിറച്ചു നിൽക്കുകയാണ് വിൽ. കട്ട് ചെയ്താൽ നമ്മൾ കാണുന്നത് പച്ചപ്പുള്ള വിന്റർഫെല്ലാണ്. അവിടെ സ്റ്റാർക്ക് കുടുംബത്തിലെ ആൺകുട്ടികൾ അമ്പെയ്ത്ത് പരിശീലിക്കുകയാണ്. 10 വയസ്സുള്ള ബ്രാൻ സ്റ്റാർക്ക് അമ്പെയ്യാൻ ശ്രമിക്കുന്നു. അച്ഛൻ നെഡ് സ്റ്റാർക്കും അമ്മ കാറ്റ്ലിൻ സ്റ്റാർക്കും മുകളിൽ നിന്ന് അവനെ നോക്കുന്നുണ്ട്. ബ്രാനിന്റെ അമ്പുകൾ ലക്ഷ്യത്തിൽ കൊള്ളുന്നില്ല. സഹോദരങ്ങളായ റോബ് സ്റ്റാർക്കും ജോൺ സ്നോവും അവന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ജോൺ പറയുന്നു, ഡോണ്ട് തിങ്ക് ടൂ മച്ച് ബ്രാൻ, കൂടുതൽ ആലോചിക്കണ്ട, എയ്തോളൂ. പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരു അമ്പ് വന്ന് കൃത്യം ബുൾസൈൽ കൊള്ളുന്നു. നോക്കുമ്പോൾ അത് അവരുടെ സഹോദരി ആര്യ സ്റ്റാർക്കാണ്. അവൾ ബ്രാനിനെ കളിയാക്കി ചിരിക്കുന്നു. ബ്രാൻ ദേഷ്യപ്പെട്ട് അവളുടെ പുറകെ ഓടിപ്പോകുന്നു. ഇവിടെ അവരുടെ കുടുംബബന്ധം വ്യക്തമാണ്. പെട്ടെന്ന് റോഡ്രിക് കസലും തിയോൺ ഗ്രേജോയും വന്ന് നെഡിനോട് പറയുന്നു, നൈറ്റ്സ് വാച്ചിൽ നിന്ന് ഒരാൾ ഓടിപ്പോന്നിട്ടുണ്ട്. അവനെ പിടികൂടി. നമ്മൾ ആദ്യം കണ്ട വില്ലാണത്. നിയമപ്രകാരം മതിൽ വിട്ട് ഓടിപ്പോകുന്നത് വധശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ്. അത് നെഡ് സ്റ്റാർക്ക് തന്നെ നടപ്പിലാക്കണം. ഇത് കേൾക്കുന്ന കാറ്റ്ലിൻ ചോദിക്കുന്നു, അത് നെഡ് തന്നെ ചെയ്യണോ? റോഡ്രിക് കസൽ പറഞ്ഞു, നിയമത്തിൽ വിട്ടുവീഴ്ചയില്ല മൈലേഡി. നെഡ് സ്റ്റാർക്ക് ഉടനെ ബ്രാനോടുകൂടെ വരാൻ പറയുന്നു. അവൻ ഇതിനൊക്കെ ചെറിയ കുട്ടിയല്ലേ എന്ന് കാറ്റ്ലിൻ ചോദിക്കുന്നുണ്ടെങ്കിലും വിന്റർ ഇസ് കമ്മിങ്, അവൻ ഇതൊക്കെ കാണേണ്ട സമയമായി എന്ന് നെഡ് പറയുന്നു. ശേഷം അവർ ഒരു മലമുകളിലെത്തുന്നു. വില്ലിനെ മുട്ടുകുത്തി നിർത്തിയിരിക്കുകയാണ്. അവൻ ഭ്രാന്തമായി എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്. ഞാൻ വൈറ്റ് വോക്കേഴ്സിനെ കണ്ടു. ഞാൻ കള്ളം പറയുവല്ല. എന്റെ അമ്മയോട് പറയണം, ഞാൻ പേടിച്ചോടിയതല്ല എന്ന്. പക്ഷേ ആരും അത് വിശ്വസിക്കുന്നില്ല. വൈറ്റ് വോക്കേഴ്സ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഇല്ലാതായതാണെന്നാണ് വിശ്വാസം. നെഡ് സ്റ്റാർക്ക് ആചാരപ്രകാരം വിധി പ്രസ്താവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് റോബർട്ട് ഓഫ് ദ ഹൗസ് ബെറാഥിയൻ, ഐ, എഡ്ഡാർഡ് ഓഫ് ദ ഹൗസ് സ്റ്റാർക്ക്, ലോർഡ് ഓഫ് വിന്റർഫെൽ, സെന്റൻസ് യു ടു ഡൈ. ഒറ്റവെട്ടിന് നെഡ് അവന്റെ തലയെടുക്കുന്നു. പിന്നീട് ബ്രാനോട് നെഡ് ചോദിക്കുന്നു, എന്തിനാണ് ഞാൻ തന്നെ അവനെ കൊന്നതെന്ന് മനസ്സിലായോ? ബ്രാൻ പറഞ്ഞു, അവൻ നിയമം തെറ്റിച്ചു. നെഡ്, അതെ, പക്ഷേ ദ മാൻ ഹു പാസസ് ദ സെന്റൻസ് ഷുഡ് സ്വിംഗ് ദ സോഡ്. നമ്മളൊരാളെ കൊല്ലാൻ വിധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണിൽ നോക്കി അത് ചെയ്യാനുള്ള ധൈര്യവും നമുക്കുണ്ടായിരിക്കണം. അല്ലാതെ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കരുത്. അതിനുശേഷം അവർ തിരിച്ചു വരുമ്പോൾ പാലത്തിനടുത്ത് അവർ ഒരു ചത്ത മാനിനെ കാണുന്നു. അതിന്റെ വയറ് കീറിയിട്ടുണ്ട്. കുറച്ചുമാറി ഒരു ഭീമാകാരമായ പെൺ ഡയർവുൾഫും ചത്തുകിടക്കുന്നു. മാനിന്റെ കൊമ്പ് അതിന്റെ കഴുത്തിൽ തറച്ചിട്ടുണ്ട്. ഡയർവുൾഫ് എന്നത് സ്റ്റാർക്ക് കുടുംബത്തിന്റെ ചിഹ്നമാണ്. മാൻ എന്നത് ബരാത്തിയൻ കുടുംബത്തിന്റെ ചിഹ്നവും. ഇതൊരു ദുസ്സൂചനയാണെന്ന് നെഡിന് തോന്നുന്നു. ആ ചെന്നായയുടെ അടുത്ത് 5 ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. തിയോൺ ഗ്രേജോയ് പറയുന്നു, ഇതിനെയൊക്കെ കൊല്ലുന്നതാണ് നല്ലത്, ഇതിനമ്മയില്ല. ബ്രാനിന് അതിനെ വളർത്തണമെന്നുണ്ട്. നെഡ് സമ്മതിക്കുന്നില്ല. ജോൺ പറഞ്ഞു, ലോർഡ് സ്റ്റാർക്ക്, ഡയർവുൾഫ് നിങ്ങളുടെ കുടുംബത്തിന്റെ ചിഹ്നമാണ്. ഇവിടെ 5 കുട്ടികളുണ്ട്. നിങ്ങൾക്ക് 5 മക്കളുണ്ട്. റോബ്, സാൻസ, ആര്യ,
ബ്രാൻ, റിക്കോൺ. ഇത് വിധി പോലെ തോന്നുന്നു. നെഡിന് ആ ലോജിക് ഇഷ്ടപ്പെടുന്നു. ശരി, പക്ഷേ ഇതിനെ നോക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കണം. നിങ്ങൾ തന്നെ ഇതിന് ഭക്ഷണം കൊടുക്കണം. മരിച്ചാൽ നിങ്ങൾ തന്നെ കുഴിച്ചു മൂടണം എന്ന് പറഞ്ഞു അവിടെ നിന്ന് പോകുന്നു. എല്ലാവരും നടന്നു നീങ്ങുമ്പോൾ ജോൺ സ്നോ മാത്രം നിൽക്കുന്നു. അവിടെ കുറച്ചു മാറി വെളുത്ത നിറമുള്ള, ഒച്ചയുണ്ടാക്കാത്ത, കണ്ണു തുറന്ന ഒരു കുഞ്ഞൻ ചെന്നായ കൂടിയിരിക്കുന്നു. ദ റണ്ട് ഓഫ് ദ ലിറ്റർ. തിയോൺ ചോദിക്കുന്നു, ഇതെന്താ ഒരെണ്ണം വ്യത്യാസമാണല്ലോ? ജോൺ പറഞ്ഞു, ഇതൊരു അൽബീനോ ആണ്. അതായത് പൂർണ്ണമായും വെളുത്ത രോമം, ചുവന്ന കണ്ണുകൾ. തിയോൺ, നിന്നെപ്പോലെ തന്നെ ഇതും ഈ കൂട്ടത്തിൽ പെടാത്തതാണ്. അങ്ങനെ ജോണിന് അവന്റെ ചെന്നായയെ കിട്ടുന്നു. 7 കിങ്ഡംസിന്റെ തലസ്ഥാനമായ കിങ്സ് ലാൻഡിംഗിൽ മരണമണികൾ മുഴങ്ങുകയാണ്. ഹാൻഡ് ഓഫ് ദ കിങ് ആയിരുന്ന ലോർഡ് ജോൺ ആരിൻ മരണപ്പെട്ടു. സൈലന്റ് സിസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ മൃതശരീരം സംസ്കാരത്തിനായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നോക്കിക്കൊണ്ട് രാജ്ഞി സെർസി ലാനിസ്റ്റർ അവിടെ നിൽപ്പുണ്ട്. സെർസിയുടെ മുഖത്ത് നല്ല പേടിയുണ്ട്. തങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യം ജോൺ ആരിൻ കണ്ടുപിടിച്ചിരുന്നോ എന്നും അത് മരിക്കുന്നതിനു മുൻപ് അദ്ദേഹം മറ്റാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുമാണ് അവരുടെ ഭയം. തന്റെ ഈ പേടി സെർസി സ്വന്തം ഇരട്ട സഹോദരനും കിങ്സ്ഗാർഡുമായ ജെയ്മെ ലാനിസ്റ്ററിനോട് പങ്കുവയ്ക്കുന്നു. പക്ഷേ ജെയ്മെ കൂളായിട്ട് പറയുകയാണ്, നീ വെറുതെ പേടിക്കണ്ട, രാജാവിന് ആ സത്യം അറിയാമായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു. സെർസി അവനോട് പറയുന്നുണ്ട്, നീ അടുത്ത ഹാൻഡ് ഓഫ് ദ കിങ് ആകണം എന്ന്. പക്ഷേ ജെയ്മേക്ക് അതിൽ ഒട്ടും താൽപ്പര്യമില്ല. അത് വലിയ ഉത്തരവാദിത്തവും പണിയുമുള്ള പദവിയാണെന്നാണ് ജെയ്മേയുടെ നിലപാട്. ഇത് കേൾക്കുമ്പോൾ സെർസി അവനെ കുറ്റപ്പെടുത്തുകയാണ്. നീ ഒരു കാര്യത്തെയും സീരിയസായി എടുക്കാത്ത ആളാണ് എന്ന് അവൾ പറയുന്നു. വിൻഡർഫെല്ലിൽ ഒരു വാർത്ത എത്തുകയാണ്. നെഡിന്റെ വഴികാട്ടിയായിരുന്ന ജോൺ ആരിൻ കിങ്സ് ലാൻഡിംഗിൽ വെച്ച് മരിച്ചു. ഇനി രാജാവ് റോബർട്ട് ബറാത്യൻ വിൻഡർഫെല്ലിലേക്ക് വരുന്നുണ്ട്. നെഡിനു മനസ്സിലാവുന്നു രാജാവ് വരുന്നത് തനിക്കു വേണ്ടിയാണെന്ന്. കിങ്സ് ലാൻഡിംഗിൽ നിന്നുള്ള വമ്പൻ ഘോഷയാത്ര വിൻഡർഫെല്ലിൽ എത്തുന്നു. ഇതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ രസകരമാണ്. ആര്യ ഒരു ഹെൽമറ്റ് ഇട്ട് കറങ്ങി നടക്കുകയായിരുന്നു. അവസാനം അച്ഛൻ അവളെ പിടിക്കുന്നു. സൻസ ആകെ ത്രില്ലിലാണ്. കാരണം രാജകുമാരൻ ജോഫ്രിയെ കാണാമല്ലോ. രാജകീയ വണ്ടികളും കുതിരകളും വന്നു നിൽക്കുന്നു. ജോഫ്രി ബറാത്തിയൻ നല്ല സുന്ദരൻ, പക്ഷെ അവന്റെ മുഖത്ത് നല്ല അഹങ്കാരമുണ്ട്. പുറകെ ഭീമാകാരനായ രാജാവ് റോബർട്ട് ബറാത്തിയൻ ഇറങ്ങുന്നു. പണ്ട് വലിയ യോദ്ധാവായിരുന്ന റോബർട്ട് ഇപ്പോൾ മദ്യപാനവുമൊക്കെയായി തടിച്ച് വഷളായിട്ടുണ്ട്. റോബർട്ട് നേരെ വന്ന് നെഡ് സ്റ്റാർക്കിനെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് പറയുന്നു, യു ഗോട്ട് ഫാറ്റ്, നീ തടിച്ചല്ലോ. നെഡ് തിരിച്ചു നോക്കി ചിരിച്ചുകൊണ്ട് രാജാവിന്റെ വലിയ വയറിലേക്ക് നോക്കുന്നു. പിന്നെ രാജ്ഞി സെർസി ലാനിസ്റ്റർ ഇറങ്ങുന്നു. അതൊരു വല്ലാത്ത നോട്ടമാണ്. അവർക്ക് വിൻഡർഫെൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കൂടെ സഹോദരൻ ജെയ്മെ ലാനിസ്റ്ററുമുണ്ട്. ആര്യ എത്തിവലിഞ്ഞു നോക്കുന്നു. ഇംബ് എവിടെ? ആ ചെറിയ മനുഷ്യൻ എവിടെ? രാജ്ഞിയുടെ അനിയൻ ടിരിയൻ ലാനിസ്റ്റർ ആ കൂട്ടത്തിലില്ല. ടിരിയൻ ഒരു കുള്ളനാണ്. റോബർട്ടിന്റെ ആദ്യത്തെ ആവശ്യം എനിക്ക് ക്രിപ്റ്റിൽ പോകണം, ലാനയെ കാണണം എന്നതാണ്. നെഡിന്റെ അനിയത്തിയാണ് ലാന സ്റ്റാർക്ക്. സെർസിക്ക് അതിഷ്ടപ്പെടുന്നില്ല. നമ്മൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ ഉള്ളൂ എന്ന് പറയുന്നു. പക്ഷേ റോബർട്ട് അത് വകവെക്കുന്നില്ല. റോബർട്ടും നെഡും ക്രിപ്സിലേക്ക് പോകുന്നു. റോബർട്ടിന്റെ ജീവിതത്തിലെ ഏക പ്രണയമായിരുന്നു ലാന. അവളെ റേഗർ ടാർഗാരിയൻ തട്ടിക്കൊണ്ടുപോയി എന്നാണ് റോബർട്ട് വിശ്വസിക്കുന്നത്. ഇവിടെ വെച്ച് റോബർട്ട് കാര്യം പറയുന്നു. എനിക്ക് ചുറ്റുമുള്ളവരെല്ലാം ചതിയന്മാരാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരുമില്ല. ജോൺ ആരിൻ മരിച്ചു. നീ എന്റെ കൂടെ കിങ്സ് ലാൻഡിംഗിലേക്ക് വരണം. നീ എന്റെ ഹാൻഡ് ഓഫ് ദി കിങ് ആകണം. കൂടാതെ റോബർട്ട് മറ്റൊരു ഓഫർ കൂടി വയ്ക്കുന്നു. എന്റെ മകൻ ജോഫ്രിയെക്കൊണ്ട് നിന്റെ മകൾ സാൻസയെ കല്യാണം കഴിപ്പിക്കാം. അങ്ങനെ നമുക്ക് 2 കുടുംബങ്ങളെയും ഒന്നിപ്പിക്കാം. നെഡ് എന്തു പറയണം എന്ന് അറിയാതെ നിന്നു. ഇതേസമയം വിൻഡർഫെല്ലെ ഒരു വേശ്യാലയത്തിൽ നമ്മൾ ടിരിയൻ ലാനിസ്റ്ററിനെ കാണുന്നു. അവനൊരു വേശ്യയോടൊപ്പം കട്ടിലിൽ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ജൈമെ ലാനിസ്റ്റർ അവിടേക്ക് വരുന്നു. ജൈമെ പറഞ്ഞു, പുറത്ത് രാജകീയ വിരുന്ന് നടക്കുമ്പോൾ നീ ഇവിടെ കിടക്കുകയാണോ? വന്ന രാജ്ഞിക്ക് മുഖം കൊടുക്ക്. ടിരിയൻ, അതൊന്നും പറ്റില്ല, ഞാൻ തിരക്കിലാണ് എന്ന് പറയുന്നു. ഈ സീനിൽ ഇവരുടെ ബന്ധം വ്യക്തമാകും. ജൈമയ്ക്ക് തന്റെ അനുജനായ എല്ലാവരും വെറുക്കുന്ന കുള്ളൻ ടിരിയനോട് വലിയ സ്നേഹമാണ്. പക്ഷേ മറ്റുള്ളവർക്ക് പുച്ഛമാണ്. ഇനി സീൻ മാറുന്നത് കടലിനക്കരെ പെൻഡോസ് എന്ന സ്ഥലത്തേക്കാണ്. അവിടെ നാടുകടത്തപ്പെട്ട രാജകുടുംബമായ ടാർഗാരിയൻസ് താമസിക്കുന്നു. വിസേരിസ് ടാർഗാരിയൻ ക്രൂരനും അത്യാഗ്രഹിയുമായ സഹോദരൻ. ഡെനേറിസ് ടാർഗാരിയൻ ഒരു പാവം പിടിച്ച പേടിത്തൊണ്ടിയായ അനിയത്തി. ഒരു വലിയ മാളികയിലാണവർ നിൽക്കുന്നത്. അവിടുത്തെ മുതലാളിയായ ഇല്ലീരിയോ മൊപ്പാറ്റിസാണ് അവരെ സഹായിക്കുന്നത്. വിസേരിസിന് അയൺ ത്രോൺ തിരിച്ചുപിടിക്കണം. അയൺ ത്രോൺ ഒരു സിംഹാസനമാണ്. ഈ സിംഹാസനത്തിലിരിക്കുന്ന വ്യക്തിയാണ് 7 രാജ്യങ്ങളുടെയും അധിപൻ. വെസ്ട്രോസ് കീഴടക്കിയ ആദ്യത്തെ രാജാവായ ഏഗോൺ ടാർഗാരിയനാണ് ഇത് നിർമ്മിച്ചത്. താൻ തോൽപ്പിച്ച ശത്രുക്കളുടെ ആയിരക്കണക്കിന് വാളുകൾ ഉരുക്കിച്ചേർത്താണ് ഈ സിംഹാസനം ഉണ്ടാക്കിയിരിക്കുന്നത്. വെസേരിസ് വിശ്വസിക്കുന്നത് അയൺ ത്രോൺ തന്റെ കുടുംബസ്വത്താണ് എന്നാണ്.
ടാർഗാരിയൻ വംശം 300 വർഷത്തോളം വെസ്റ്റ്രോസ് ഭരിച്ചവരാണ്. അതിനാൽ ആ സിംഹാസനം തന്റെ അർഹതപ്പെട്ട അവകാശമാണെന്നും അദ്ദേഹം കരുതുന്നു. അതിന് വലിയൊരു പട്ടാളം വേണം. അതിനായി അവൻ ഡാനിയെ കാടന്മാരായ കുതിരപ്പടയാളികളുടെ തലവൻ കാൾ ഡ്രോഗോയ്ക്ക് കല്യാണം കഴിച്ചുകൊടുക്കാൻ പോവുകയാണ്. വിസേരീസ് പറയുന്നു, ഡ്രോഗോയ്ക്ക് നിന്നെ ഇഷ്ടപ്പെട്ടേ തീരൂ. അതിനുവേണ്ടി അവന്റെ 40,000 പടയാളികളും അവരുടെ കുതിരകളും നിന്നെ റേപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ അതിനും സമ്മതിക്കും. എനിക്ക് എന്റെ കിരീടം വേണം. ഡെനേരീസ് നിസ്സഹായ അവസ്ഥയിൽ നിന്നു. രാത്രിയിൽ വലിയ വിരുന്നു നടക്കുകയാണ്. രാജ്ഞി സെർസി കാറ്റ്ലിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അതിൽ നിറയെ പുച്ഛമാണ്. ഈ വടക്കൻ കാട് നിങ്ങളുടെ കുട്ടികൾക്കിഷ്ടമാണോ എന്നൊക്കെയാണ് ചോദ്യം. ഇതേസമയം സാൻസ ജോഫ്രിയെ തന്നെ നോക്കിയിരിക്കുന്നു. അവർക്കിടയിൽ ഒരു പ്രണയം മുട്ടിടുന്നുണ്ട്. എല്ലാവരും വിരുന്ന് ആഘോഷിക്കുമ്പോൾ ഒരാൾ മാത്രം പുറത്തുണ്ടായിരുന്നു. അവനൊരു ബാസ്റ്റാർഡായതുകൊണ്ട് ജോണിനെ വിരുന്നിൽ പങ്കെടുപ്പിക്കില്ല. അവൻ പുറത്തിരുന്ന് ദേഷ്യത്തിൽ ഒരു ഡമ്മിയിൽ വാൾ പരിശീലിക്കുന്നു. അവിടേക്ക് അവന്റെ അമ്മാവൻ ബെഞ്ചൻ സ്റ്റാർക്ക് വരുന്നു. ബെഞ്ചൻ നൈറ്റ്സ് വാച്ചിലെ ഫസ്റ്റ് റേഞ്ചറാണ്. ആരാണ് റേഞ്ചർമാർ? നൈറ്റ്സ് വാച്ചിലെ 3 വിഭാഗങ്ങളിൽ ഒന്നാണ് റേഞ്ചർമാർ. വൻമതിലിന് അപ്പുറത്തേക്ക് പോയി റോന്തു ചുറ്റുന്നതും ശത്രുക്കളെ നിരീക്ഷിക്കുന്നതും യുദ്ധം ചെയ്യുന്നതുമെല്ലാം ഇവരാണ്. ഇനി ഇതിൽ ഫസ്റ്റ് റേഞ്ചർ എന്നത് ഈ റേഞ്ചർമാരുടെയെല്ലാം കമാൻഡർ അഥവാ തലവനെയാണ് ഫസ്റ്റ് റേഞ്ചർ എന്ന് വിളിക്കുന്നത്. ജോൺ പറയുന്നു, എനിക്കും അമ്മാവന്റെ കൂടെ വോളിലേക്ക് വരണം. എനിക്ക് നൈറ്റ്സ് വാച്ചിൽ ചേരണം. ബെഞ്ചൻ, വോൾ നീ വിചാരിക്കുന്ന പോലെയല്ല. അവിടെ കഷ്ടപ്പാടാണ്. നിനക്ക് പെണ്ണ് കെട്ടാൻ പറ്റില്ല. കുട്ടികളുണ്ടാകില്ല. നീ നിനക്ക് വേണ്ടെന്ന് വെക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിനക്കിപ്പോൾ അറിയില്ല. എന്നാലും ജോൺ നിർബന്ധം പിടിക്കുന്നു. ബെഞ്ചൻ നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവിടേക്ക് ടിരിയൻ കടന്നുവരുന്നു. ടിരിയൻ ജോണിനോട് ചോദിച്ചു, നീയാണോ നെഡ് സ്റ്റാർക്കിന്റെ ബാസ്റ്റാർഡ്? ജോൺ വല്ലാതെ ദേഷ്യപ്പെടുന്നു. ടിരിയൻ അവനോട് ഒരു ക്ലാസിക് ഉപദേശം കൊടുക്കുന്നു. ലെറ്റ് മീ ഗിവ് യു സം അഡ്വൈസ് ബാസ്റ്റാർഡ്. നെവർ ഫർഗെറ്റ് വാട്ട് യു ആർ. ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് വിൽ നോട്ട്. വെയർ ഇറ്റ് ലൈക്ക് ആമർ ആൻഡ് ഇറ്റ് ക്യാൻ നെവർ ബി യൂസ് ടു ഹേർട്ട് യു. നീ ആരാണെന്നത് ഒരിക്കലും മറക്കരുത്. ലോകം അത് മറക്കില്ല. അത് നിന്റെ കവചമാക്കുക. പിന്നെ ആർക്കും നിന്നെ അത് പറഞ്ഞ് വേദനിപ്പിക്കാൻ കഴിയില്ല. ജോൺ, നിങ്ങൾക്കെന്തറിയാം ഇതിനെപ്പറ്റി? ടിരിയൻ, ഓൾ ഡ്വാർഫ്സ് ആർ ബാസ്റ്റേർഡ്സ് ഇൻ ദ ഫാദേഴ്സ് ഐസ്. എല്ലാ കുള്ളന്മാരും അച്ഛന്മാരുടെ കണ്ണിൽ വേണ്ടാത്തവരാണ് എന്ന് ടിരിയൻ പറയുന്നു. ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവും ടിരിയനും അവഗണനകൾ ഏറ്റുവാങ്ങുന്ന ഒരാളാണെന്ന്. രാത്രി വിരുന്നൊക്കെ കഴിഞ്ഞ് നെഡും കാറ്റ്ലിനും കിടപ്പുമുറിയിൽ സംസാരിക്കുന്നു. നെഡിന് കിങ്സ് ലാൻഡിംഗിലേക്ക് പോകാൻ താൽപ്പര്യമില്ല. അപ്പോഴാണ് മാസ്റ്റർ ലൂവിൻ വാതിലിൽ മുട്ടുന്നത്. ഒരു രഹസ്യ സന്ദേശം വന്നിട്ടുണ്ട്. കാറ്റ്ലിനിന്റെ സഹോദരി ലൈസ ആരിൻ അയച്ച കത്താണത്. വളരെ രഹസ്യമായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. കാറ്റ്ലിൻ അത് വായിക്കുന്നു. എന്റെ ഭർത്താവ് ജോൺ ആരിനെ ലാനിസ്റ്ററുകൾ വിഷം കൊടുത്തു കൊന്നതാണ്. രാജാവ് അപകടത്തിലാണ്. ഇത് കേൾക്കുന്നതോടെ കളി മാറുന്നു. നെഡ് പറയുന്നു, ഇനി എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. റോബർട്ട് അപകടത്തിലാണ്. ഞാൻ പോയി സത്യാവസ്ഥ കണ്ടെത്തണം. ആ തീരുമാനം അവിടെ എടുക്കപ്പെടുന്നു. ദോത്രാക്കികളുടെ കല്യാണം വളരെ വന്യമാണ്. ആളുകൾ പരസ്യമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നു, തല്ലുണ്ടാക്കി കൊല്ലുന്നു. 3 പേരെങ്കിലും ചത്തില്ലെങ്കിൽ അതൊരു ബോറൻ കല്യാണമാണ് എന്ന് ഇല്ലീരിയോ പറയുന്നു. ഡാനി പേടിച്ചിരിക്കുകയാണ്. അവിടെ വെച്ച് അവൾ സെർ ജോറ മോർമണ്ടിനെ പരിചയപ്പെടുന്നു. വെസ്റ്ററോസിൽ നിന്ന് നാടുകടത്തപ്പെട്ട ഒരു നൈറ്റാണ് അയാൾ. ജോറ അവൾക്ക് കുറച്ച് പുസ്തകങ്ങൾ സമ്മാനമായി നൽകുന്നു. അതിനുശേഷം ഇലിറിയോ അവൾക്ക് 3 ഡ്രാഗൺ മുട്ടകൾ കൊടുക്കുന്നു. കാലപ്പഴക്കം കൊണ്ട് കല്ലായി മാറിയതാണ്, ഭംഗിയുള്ള കല്ലുകൾ മാത്രം. പക്ഷേ അത് കയ്യിലെടുക്കുമ്പോൾ ഡാനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നുന്നു. ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അവസാനം സൂര്യാസ്തമയത്തിൽ കടൽക്കരയിൽ വെച്ച് കാൾ ഡ്രോഗോ അവളെയും കൂടെ കൊണ്ടുപോകുന്നു. ആ രാത്രി ഡാനി കരയുമ്പോൾ ഡ്രോഗോ അവളെ ബലമായി കീഴ്പ്പെടുത്തുന്നു. ഡാനിയുടെ നിസ്സഹായാവസ്ഥയാണ് ഇവിടെ കാണുന്നത്. തിരിച്ച് വിന്റർഫെൽ. രാജാവും നെഡ് സ്റ്റാർക്കും ആണുങ്ങളെല്ലാം കൂടി കാട്ടുപന്നിയെ വേട്ടയാടാൻ പോകുന്നു. കോട്ടയിൽ ആളുകൾ കുറവാണ്. ബ്രാൻ സ്റ്റാർക്കിന്റെ ഇഷ്ടവിനോദം മതിലുകളിൽ പിടിച്ചു കയറലാണ്. അമ്മ എപ്പോഴും വിലക്കാറുണ്ടെങ്കിലും അവനത് കേൾക്കില്ല. അവൻ ഒരു പഴയ ഗോപുരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞുകയറുന്നു. പാതിവഴിയിൽ അവൻ എന്തോ ശബ്ദം കേൾക്കുന്നു. അവൻ പതിയെ പതിയെ ശബ്ദമെന്താണെന്ന് നോക്കാൻ ഗോപുരത്തിന്റെ മുകളിലെത്തുന്നു. അവിടെ ജനലിലൂടെ നോക്കുമ്പോൾ അവൻ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. രാജ്ഞി സെർസി ലാനിസ്റ്ററും അവളുടെ സ്വന്തം സഹോദരൻ ജൈമെ ലാനിസ്റ്ററും തമ്മിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നു. പെട്ടെന്ന് സെർസി ബ്രാനിനെ കാണുന്നു. ബ്രാൻ പേടിച്ച് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. പക്ഷേ ജൈമെ അവനെ പിടിച്ചു. സെർസി പേടിയോടെ പറയുന്നു, അവനെല്ലാം കണ്ടു. അവനിത് എല്ലാരോടും പറയും. ജൈമെ ബ്രാനിനെ നോക്കി ചിരിക്കുന്നു. ജൈമെ അവനോട് ചോദിച്ചു, നിനക്കെത്ര വയസ്സായി? ബ്രാൻ പറഞ്ഞു, 10. ജൈമെ സെർസിയെ ഒന്ന് നോക്കുന്നു. എന്നിട്ട് ഒരു നെടുവീർപ്പോടെ പറയുന്നു, ദ തിങ്സ് ഐ ഡൂ ഫോർ ലവ്. പ്രണയത്തിനു വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടിവരുന്നു. എന്നിട്ട് ക്രൂരമായി ബ്രാനിനെ ആ വലിയ ഉയരത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നു.
ബ്രാൻ താഴേക്ക് വീഴുന്ന ആ കാഴ്ചയിലാണ് എപ്പിസോഡ് 1 അവസാനിക്കുന്നത്. ഒന്നാമത്തെ എപ്പിസോഡ് അവസാനിച്ചത് ഒരു വമ്പൻ ക്ലിഫ് ഹാങ്കറിലാണല്ലേ. ജൈമെ ലാനിസ്റ്റർ ആ കൊച്ചുകുട്ടിയെ താഴേക്ക് തള്ളിയിട്ടു. ബ്രാൻ മരിച്ചോ അതോ ജീവനോടെയുണ്ടോ? അവൻ ജീവനോടെയുണ്ടെങ്കിൽ തന്നെ അവൻ കണ്ട ആ സത്യം പുറത്തു പറയുമോ? ലാനിസ്റ്റേഴ്സ് അവനെ വെറുതെ വിടുമോ? കൂടാതെ ഡേനറീസ് എങ്ങനെ തന്റെ ഭർത്താവിനെ സ്നേഹിക്കാനും ഒരു യഥാർത്ഥ രാജ്ഞിയാകാനും പഠിക്കുന്നുവെന്ന് എല്ലാം അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.